ഓം നമ ശിവായ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ദക്ഷൻ്റെ കഥയാണ്. പ്രപഞ്ചത്തിൻ്റെ സുഗമമായ സൃഷ്ടിക്കു വേണ്ടി ബ്രഹ്മാവ് സൃഷ്ടിച്ച 21 പ്രജാപതികളിൽ ഒരാളായ ദക്ഷൻ സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ വേദവല്ലിയെയാണ് വിവാഹം ചെയ്തത്. ഒരു ദിവസം പ്രഭാത സ്നാനത്തിനായി തൻ്റെ പത്നിയോടുകൂടി കാളിന്ദി നദീതീരത്തെത്തുന്ന ദക്ഷ പ്രജാപതി അവിടുത്തെ ആ മനോഹരമായ ദൃശ്യങ്ങൾ കൺകുളിർക്കെ കാണുന്നു. അപ്പോഴാണ് കാളിന്ദി നദിയിലെ താമരയിലയിൽ വിലസുന്ന ഒരു ശംഖ് ദക്ഷൻ കാണുന്നത്. അങ്ങനെ കൗതുക ഭാവങ്ങളോടുകൂടി അത്ഭുതങ്ങളോടുകൂടി നീന്തിച്ചെന്ന് ആ ശംഖിനെ കൈക്കലാക്കുന്നു ദക്ഷൻ. അങ്ങനെ ഈ ശംഖിനെ ദക്ഷൻ എടുത്തതും ആ ശംഖൊരു ദിവ്യ ശിശുവായി മാറി. ശങ്കരൻ്റെ പ്രണയിനി തൻ്റെ മകളായി അവതരിച്ചതാണ് എന്ന് സംശയിച്ച ദക്ഷൻ ആ ശിശുവിനെ തൻ്റെ പത്നിയെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ആ മാതാപിതാക്കളാൽ ആനന്ദപൂർവം വളർത്തപ്പെട്ട ആ ബാലിക സതി എന്ന പേരിൽ ജ്ഞാതയായി. ബാല്യകാലം മുതൽക്കേ ശ്രീ പരമേശ്വരനെ മനസ്സിൽ ഭർതൃഭാവത്തിൽ കരുതിയിരുന്ന സതീദേവി യൗവനയുക്തയായതോടുകൂടി സാക്ഷാൽ ശ്രീ പരമേശ്വരനെ തൻ്റെ ഭർത്താവായി ലഭിക്കുവാനായി അതികഠിനമായ തപസ്സുകൾ ആരംഭിച്ചു. ഈശ്വരൻ്റെ കേശാദിപാദം ധ്യാനിച്ചുകൊണ്ട് സതീദേവി തൻ്റെ തപസ് അനുഷ്ഠിക്കുന്നു. വനത്തിൽ തപം ചെയ്യുന്ന കന്യകയായ സതിയെ കണ്ട് കാമാസക്തനായിത്തീരുന്ന കരാളദംഷ്ട്രൻ എന്നൊരു അസുരൻ സതീദേവിയെ ഉപദ്രവിക്കുവാനായി മുതിരുന്നു. എന്നാൽ സതീദേവിയുടെ ആ തപോമയാഗ്നിയിൽ ആസുരൻ ശലഭദശയെ പ്രാപിച്ചു. പിന്നീട് തപസ് തുടരുന്ന സതീദേവിയുടെ ആ ഒരു പ്രേമദാർഢ്യം പരീക്ഷിക്കുന്നതിനായി ഒരു വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ ദേവിയുടെ സമീപം എത്തുന്ന ശ്രീ പരമേശ്വരൻ ദേവിയുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് പരിഹസിക്കുകയും സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ദുഷിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ ഈശ്വരൻ്റെ ആ ദൂഷണാലാപം കേട്ടുകൊണ്ടിരിക്കുവാൻ, തൻ്റെ ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു പരിഹാസം കേട്ടുകൊണ്ടിരിക്കുവാൻ കഴിയാതെ സതീദേവി അവിടെ നിന്നും പിൻവാങ്ങുവാൻ തുനിഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ ആ യഥാർത്ഥമായ രൂപവും മനോഭാവവും അവിടെ വെളിവാക്കിക്കൊണ്ട് പ്രത്യക്ഷനാവുന്നു. ഈ വൃത്താന്തങ്ങൾ രക്ഷികൾ പറഞ്ഞറിഞ്ഞ ദക്ഷൻ സതീദേവിയുടെ വിവാഹോത്സവത്തിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നു. ശ്രീ പരമേശ്വരൻ മംഗളകരമായ ആ മുഹൂർത്തത്തിൽ ദേവന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് സതീദേവിയെ പാണീഗ്രഹണം ചെയ്യുന്നു. പാണീഗ്രഹണം കഴിഞ്ഞ ഉടനെ പരമേശ്വരൻ ദക്ഷപുരിയിൽ നിന്നും അപ്രത്യക്ഷനായി. അപ്രതീക്ഷിതം കൊണ്ട് ഉണ്ടായ ആ ഒരു വിരഹ ദുഃഖത്താൽ സതീദേവി ആ സമയം വിലപിച്ചു. അങ്ങനെ സതീ സമീപം എത്തുന്ന സരസ്വതി സതീദേവിയെ സാന്ത്വനപ്പെടുത്തുന്നു. അങ്ങനെ ഭഗവാനെ കാണുവാനായി സതീദേവി വീണ്ടും തൻ്റെ തപസ് ആരംഭിക്കുകയും ഒരു നാൾ താപസവേഷത്തിലെത്തി ശ്രീ പരമേശ്വരൻ ആരോടും ഒന്നും പറയാതെ സതീദേവിയെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ഈ ജാമാതാവിൻ്റെ ഈ ധിക്കാരത്തെയും അനാദരവിനെയും ഓർത്ത് രോഷാന്തനായ ദക്ഷൻ ഇന്ദ്രാദികളുടെ മുന്നിൽ വെച്ച് പരമേശ്വരനെ ദുഷിക്കുകയും അറിയാതെ തൻ്റെ പുത്രിയെ ശ്രീ പരമേശ്വരന് നൽകിയത് അനുചിതമായി പോയെന്ന് അവിടെ വെച്ച് പ്രസ്താവിക്കുകയും ചെയ്തു. ഹരനെ ഒരിക്കലും നിന്ദിക്കരുത് എന്നുപദേശിച്ച് ഇന്ദ്രൻ കൈലാസത്തിൽ പോയി പുത്രിയെയും ശ്രീ പരമേശ്വരനെയും ഒന്ന് കണ്ടുവരുവാൻ ദക്ഷനെ നിർബന്ധിക്കുന്നു. ഇത് കേട്ട് ദക്ഷൻ കൈലാസത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ കൈലാസ ഗോപുരദ്വാരത്തിലെത്തുന്ന ദക്ഷനെ നന്ദികേശ്വരൻ തടുത്തു നിർത്തുന്നു. അങ്ങനെ അപമാനിതനായി ശിവനോടുള്ള അവിരോധം വർദ്ധിച്ച് മടങ്ങിപ്പോന്ന ദക്ഷൻ ഇനി മേലിൽ യാഗങ്ങളിൽ ശിവന് ഹവിർഭാഗം കൊടുത്തുകൂടാ എന്നൊരു നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ പരമേശ്വരൻ്റെ സമീപത്തെത്തുന്ന ബ്രഹ്മദേവൻ താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന യാഗത്തിൽ സന്നിഹിതനാകുവാൻ ശ്രീ പരമേശ്വരനെ ക്ഷണിക്കുന്നു. ബ്രഹ്മപുത്രനായ ദക്ഷൻ തന്നെ അപമാനിക്കുമെന്നുള്ളതിനാൽ യാഗത്തിൽ താൻ സംബന്ധിക്കുകയില്ല എന്നും പ്രതിനിധിയായി നന്ദിയെ അയക്കാമെന്നും പറഞ്ഞ് പരമേശ്വരൻ ബ്രഹ്മദേവനെ മടക്കുന്നു. അങ്ങനെ
ദക്ഷൻ്റെ ക്രൂരമായ വാക്ഷരങ്ങളാൽ നന്ദികേശ്വരൻ അപമാനിതനാകുന്നു യാഗശാലയിൽ വെച്ച്. അങ്ങനെ വർദ്ധിച്ച കോപവുമായി നന്ദികേശ്വരൻ ആ യാഗശാലയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അനന്തരം ദക്ഷൻ നടത്തുവാൻ തീരുമാനിച്ച ആ വാജപേയ യാഗത്തിൽ വസിഷ്ഠാദി മുനികൾ പങ്കെടുക്കുവാൻ വിസമ്മതിക്കുന്നു. ഒരു നാൾ അനുരഞ്ജന സംഭാഷണത്തിനായി ദദീജി മുനി ദക്ഷപുരിയിൽ എത്തുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ശ്രീ പരമേശ്വരന് ഹവിർഭാഗം നൽകില്ല എന്ന് ശഠിക്കുന്ന ദക്ഷൻ്റെ യാഗം മുടങ്ങിപ്പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് ദദീജി മുനി തിരികെ മടങ്ങിപ്പോകുന്നു. കൈലാസത്തിലെത്തുന്ന നാരദമുനി ശ്രീ പരമേശ്വരനെ ധിക്കരിക്കുവാനായി ദക്ഷൻ യാഗം ആരംഭിക്കുന്ന വിവരം ഭഗവാനോടായി പറയുന്നു. ദുഷ്ടന്മാർ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെ ഫലം ഉടൻ തന്നെ അനുഭവിക്കുവാൻ ഇടവരും എന്ന് അറിയിച്ച് ശ്രീ പരമേശ്വരൻ നാരദമുനിയെ തിരികെ അയക്കുന്നു. പിന്നെ സതീദേവി തൻ്റെ അച്ഛൻ നടത്തുന്ന ആ യാഗത്തിന് പോകുവാൻ ശ്രീ പരമേശ്വരനോടായി അനുവാദം ചോദിക്കുന്നു. ക്ഷണിക്കാത്ത യാഗത്തിന് പോയിക്കൂടാ എന്നും ഭവതി ചെന്നാൽ ദുഷ്ടനായ ദക്ഷൻ അപമാനിക്കുമെന്നും പറഞ്ഞ് ശ്രീ പരമേശ്വരൻ സതീദേവിയെ തടയുന്നുണ്ട്. എന്നാൽ ഈ ഒരു എതിർപ്പ് വകവയ്ക്കാതെ സതീദേവി തൻ്റെ പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയാകുന്നു. ഇത് കണ്ട് ശ്രീ പരമേശ്വരൻ ഭൂതഗണങ്ങളെ സതീദേവിക്കൊപ്പം പറഞ്ഞയക്കുന്നുണ്ട്. യാഗശാലയിലേക്ക് എത്തുന്ന സതിയെ കണ്ട് കോപിഷ്ഠനാകുന്ന ദക്ഷൻ നിന്നിൽ എനിക്ക് തെല്ലും പ്രീതിയില്ല എന്നും നിന്റെ താതൻ ഞാനല്ല എന്നും ആക്രോശിച്ചുകൊണ്ട് സതീദേവിയെ അപമാനിക്കുന്നുണ്ട്. പിന്നീട് സതീദേവി അവിടെ വെച്ച് തൻ്റെ ദേഹത്തെ ത്യജിക്കുന്നു. അനന്തരം ഉഗ്രരൂപിയായ ഭഗവാന്റെ ആ തൃക്കണ്ണിൽ നിന്നും രൂക്ഷമായ ആ അഗ്നിയിൽ നിന്നും ജാതനാകുന്ന വീരഭദ്രനും ഭഗവാന്റെ ഭൂതഗണങ്ങളും മഹാദേവനെ നമസ്കരിച്ചുകൊണ്ട് ഭൂതഗണങ്ങൾ ദക്ഷൻ്റെ അരികത്തേക്കായി പുറപ്പെടുന്നു. പിന്നീട് നടന്ന ചെറിയൊരു യുദ്ധത്തിൽ ദക്ഷൻ്റെ ശിരസിനെ അറുത്ത് ദക്ഷിണാഗ്നിയിൽ ഹോമിക്കുന്നുണ്ട് രുദ്രൻ. പിന്നീട് കൈലാസത്തിലേക്ക് ചെന്ന് ബ്രഹ്മദേവനും ദേവന്മാരും കൂടി ശ്രീ പരമേശ്വരനെ ആ യാഗവേദിയിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ദക്ഷനെ പുനർജീവിപ്പിക്കണമെന്നും മുടങ്ങിപ്പോയ യാഗം പൂർത്തിയാക്കണമെന്നും ബ്രഹ്മദേവനും ദേവന്മാരും ചേർന്ന് ശ്രീ ഭഗവാനോടായി പരമേശ്വരനോടായി അഭ്യർത്ഥിക്കുന്നു. ആടിൻ്റെ തലവെച്ച് ദക്ഷനെ പുനർജീവിപ്പിക്കുവാനും യാഗം യഥാവിധി പൂർത്തിയാക്കുവാനും ഭഗവാൻ സമ്മതിക്കുന്നു. തുടർന്ന് മഹേശ്വര പ്രസാദത്താൽ അജശിരസ്കനായി പുനർജീവിക്കപ്പെട്ട ദക്ഷൻ യാഗം യഥാവിധി പൂർത്തിയാക്കുന്നു. അതോടുകൂടി അഹങ്കാരം നിശേഷം നശിച്ചവനായ ദക്ഷൻ ശ്രീ പരമേശ്വരനെ സാഷ്ടാംഗം പ്രണമിച്ച് സ്തുതിക്കുന്നുണ്ട്. തൻ്റെ പുത്രി തൻ്റെ വാക്കുകളാൽ ശരീരത്യാഗം ചെയ്തത് ദക്ഷന് പിന്നീട് അസഹിക്കാനാവാത്തൊരു ദുഃഖമായി തീരുന്നു. ദക്ഷനെ ആശംസിച്ച് ശ്രീ പരമേശ്വരൻ തിരികെ കൈലാസത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം നമോ നാരായണായ.